കത്തിരിയായി തെളിയണമേ നീ കരുണാസാഗരമേ അവിടെ തന്നെ ഇയാൾ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ 10 വർഷവും 4 മാസവും 21 ദിവസമായി. ഇനിയിപ്പോ സമയ മണിക്കൂറൊക്കെ പറയണോ മാഷേ? ചോദിച്ചാൽ തർക്കത്തിനേ ഉള്ളൂ. എടോ, ഈ 10 വർഷത്തിനുള്ളിൽ 10 ദിവസങ്ങളിൽ ഇവിടെ താൻ നേരത്തെ വന്നിട്ടുണ്ടോ? മാഷേ, ഞാൻ നേരത്തെ വരുന്നില്ലെങ്കിലും നേരം വൈകി ഞാൻ വരുന്നില്ലല്ലോ, അത് പോരെ? മതിയേ, സാറ് ചെന്നാട്ടെ. ചേടാ, യവനെയൊക്കെ പിടിച്ച് ജോലിക്ക് കയറ്റി വരെ വേണം പറയാൻ. സേതു, ഉറക്ക വായിച്ചു പഠിക്കാൻ പറഞ്ഞ കേൾക്കില്ലേ? എന്താ അനക്കൊന്നും കേൾക്കാത്തെ? മോനെ, കോപ്പി എഴുതി കഴിഞ്ഞു വെച്ചാ വർക്ക് ബുക്ക് ചെയ്തോട്ടോ. വായനയൊക്കെ കഴിഞ്ഞു നിങ്ങളുടെ? ഹോംവർക്ക് ചെയ്ത് കഴിയാതെ ഇന്ന് രണ്ടാളും ഉറങ്ങാന്ന് വിചാരിക്കണ്ട. സേതു, മോൾ ഉറങ്ങാതെ നോക്കണോട്ടോ. ഇങ്ങനെയപ്പ ഉണ്ടായേ? പുസ്തകം കണ്ട ഈ കുട്ടികൾക്ക് എങ്ങനെയാ ഉറക്കം വരണേന്ന് യാതൊരു പിടിയുമില്ല. അതിനെങ്ങനെയാ? അച്ഛൻ്റെ അല്ലേ മക്കള്. അച്ഛന് കറക്കും, മക്കൾക്ക് ഉറക്കും. എനിക്ക് ഒരാഴ്ചയായി നിന്റെ അച്ഛൻ്റെ ഈ കറക്കം തുടങ്ങിയിട്ട്. കാലത്തുള്ള പോക്കും പാതിരാത്രിക്കുള്ള വരവും. കറക്കൊക്കെ കഴിഞ്ഞ് വരട്ടെ. ഇവിടെ ഞാനും കുട്ടികളും ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ചിന്തയില്ല. ഓ, അതിനെങ്ങനെയാ? അത്യാവശ്യ സമയത്ത് ഇതിൽ വിളിച്ചാൽ കിട്ടുമോ? ഇനിയിപ്പോൾ കിട്ടിയാൽ എടുക്കുമോ? അതല്ലേ സ്വഭാവം. നീ എന്താ ഇവിടെ ഈ നേരത്ത്? നിങ്ങളെന്താ ഈ നേരത്തെ ഇവിടെ? ഞാൻ ഇവിടെ ഇല്ലാതെ പിന്നെ അടുത്ത വീട്ടിൽ പോയി കിടന്നിറങ്ങാൻ പറ്റും എനിക്ക്? എന്തിനും പിന്നെ മറുപടി ഉണ്ടല്ലോ. ഛേ, നീ എന്താ സുമ ഇങ്ങനെ? ഞാൻ നോക്കിയപ്പോ നീ നല്ല ഉറക്കം, അതുകൊണ്ടാ നിന്നെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചത്. സന്തോഷം. കുറച്ചു ദിവസമായി പാതിരാത്രിക്കുള്ളിൽ കയറി വരവ് തുടങ്ങിയിട്ട്. എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ. നിനക്ക് എന്ത് മനസ്സിലായിന്ന്? ആദ്യം ഞാനൊന്ന് കുളിക്കട്ടെ, നീ ആ തോർത്തിനെടുക്ക്. ഓ, എന്ത് നോട്ടപ്പത്? അയ്യോ, മതി. കുട്ടികൾ ഉണഴിച്ചില്ലേ? നീ എന്താ സുമ ഇങ്ങനെ? ഞാനൊരല്പം വൈകിയെന്ന് വിചാരിച്ചിട്ട്. അപ്പം നീ ഇതുവരെ കഴിച്ചില്ലേ? സാമ്പാർ നല്ല രസം കേട്ടോ. അത് സാമ്പാറല്ല, രസ. നല്ല രസം, സാമ്പാർ പോലെ തന്നെ. അതെന്താ നിർത്തിയോ? എന്നോട് ദേഷ്യപ്പെട്ട് പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം? ഓ, ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. രണ്ടോട്ടൊക്കെ കഴിക്കാതിരിക്കാൻ പറ്റുക. മച്ചിൻ്റെ മൂളിച്ചു നോക്കാൻ നാണമില്ലേ നിനക്ക്? ഇതിപ്പോ എന്ത് കിടത്തത്? കാല് മാറ്റി വെക്കടാ. ഇതെന്താപ്പത്? എന്താ സുമേ, എന്തിനാ ഈ കരയണത്? എന്നെ തൊടണ്ട. എന്തുദ്ദേശിച്ചിട്ടാ? എന്ത്? എത്ര ദിവസമായി തുടങ്ങിയിട്ട്? എന്താണ്? എണീക്ക്, ഞാൻ പറയട്ടെ. എനിക്കൊന്നും കേക്കണ്ട. കേക്കണ്ടെങ്കി വേണ്ട, വന്ന് കാണ്. അപ്പൊ മനസ്സിലാവും ഞാൻ എന്തിനാ വൈകിയതെന്ന്. എടീ, സ്വപ്നങ്ങൾ മാത്രം ഉണ്ടായാൽ പോരല്ലോ, അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്നും കൂടെ നോക്കണ്ടേ? അതേ, നീ എപ്പോഴും പറയാറില്ലേ ഈ വാടക വീട്ടിൽ കിടക്കുന്നതിന്റെ വിഷമം. നമുക്കും സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ?
നീ കേൾക്കുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് ഒരു വീട് വെക്കണമെങ്കിൽ 100 തവണ ആലോചിക്കണം. നമ്മുടെ കാര്യത്തിൽ ഞാനല്ലാതെ വേറെ ആരാ സുമയെ ഓടാനുള്ളത്? നീ ഇതൊക്കെ ഒന്ന് നോക്ക്, എന്നിട്ട് പറ. ഇതാ, നല്ല നല്ല വീടുകളുടെ പ്ലാനുകളാ. ഇത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. എന്തിനാ ബാലേട്ടാ? ഞാൻ വീടിന് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കണോണ്ടാണോ? വേണ്ട, ഇങ്ങനെ കിടന്ന് ഓടണ്ട. അതൊന്നും സാരല്ല. നിനക്കിതിൽ ഏത് പ്ലാൻ ഇഷ്ടമായത് അത് പറ. 3-4 പ്ലാനുണ്ട്. ഇതാ, പ്ലാനൊക്കെ അവിടെ നിൽക്കട്ടെ. വാ, വന്ന് കിടക്ക. ആറ് മണിന്ന് പറഞ്ഞാൽ 6 മണിയാ. പവർ കട്ടിന്റെ കാര്യത്തിലെങ്കിലും കൃത്യനിഷ്ഠ ഉണ്ടല്ലോ. അത്യാവശ്യം വേണ്ടത് ഈ നേരത്താ. അതുണ്ടാവില്ല. എന്നാ വരണ ബില്ലിന് വല്ല കുറവുണ്ടോ? അനുഭവിക്കന്നെ. ഈ അമ്മിക്കുഴത് എവിടെ പോയി? സേതു, എന്തേ കാട്ടണേ? ഞാൻ 6 പാക്ക് ഉണ്ടാക്കാം അമ്മേ. അയ്യോ, എന്നാ മോനെ ഈ അമ്മി എടുത്ത് പൊക്ക്. 6 പാക്ക് അല്ല, ഫുൾ പാക്ക് ഉണ്ടാക്കാം. താട ചേക്ക കളിക്കാൻ നിൽക്കാതെ നേരം വെച്ചാൽ തന്നെ ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. അമ്മേ, ദാ അച്ഛൻ. ഓ, അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. നീ ആദ്യം പോയി പല്ല് തേക്ക്. വാടാ, പൊടി. പല്ലേക്കാതെയും കുളിക്കാതെയും കളിച്ചിവിടെ നിന്നോ. പോയി കുളിക്കടാ. മീൻ വല്ലതും വേണോ ചേച്ചോട് ചോദിച്ചോക്കേ. ആ, മീൻ വേണം. എന്ത് മീനാ? ആവലുണ്ട്. എന്താ വില? 350. ഔ, 350 റുപ്യ. വേറെന്താ ഉള്ളത്? ചൂരയുണ്ട് 250. വേറെ? പിന്നെ ചാളയുണ്ട് 50 റുപ്യ. വേറെ എന്തായാലും ഉണ്ടോ? പിന്നെ കട്ടിയും ലാശമുണ്ട്. അത് ഞാൻ കൊടുക്കുകയല്ല. വല്ലാത്ത പകയം തന്നെ. ഹായ്, എന്ത് ഹോയ് പോയോ? ബാലേട്ടാ, ആ മീൻകാരന്റെ ശബ്ദല്ലേ കേട്ടത്? അതെ അതെ. അയാള് പോയോ? ഓ, അവനതൊന്നും കൊടുക്കണില്ല അത്രടി. അയ്യോ, ഇപ്പൊ വല്ല പുളിങ്കറി ഉണ്ടാക്കാം. ആ, സേതു, കിങ്ങിണി, ഓടി വായോ, വണ്ടി വന്നു. അമ്മേ, അമ്മേ, എന്റെ പെൻസിൽ കാണാനില്ല. പെൻസിൽ കാണണില്ല, കാണണ്ട. ഒരു സാധനം സൂക്ഷിക്കില്ല, 2 എണ്ണു. ആ ചെവിയിലെന്തിരിക്കണേ, അതങ്ങോട്ട് കൊടുത്തേക്കൂ. അത് നിന്റെ. വാ വാ വാ. അതെ ബാലേട്ടാ, ആ. ഇന്നെങ്കിലും ചെയ്താലിക്കാന്റെ കടയിൽ നിന്ന് മിക്സി വാങ്ങിച്ചിട്ട് വരണേ. ദോശയ്ക്ക് അരി വെള്ളത്തിലിട്ടുണ്ട്.